പക്ഷേ ആ ആരാധന ഇന്ന് ആ കുടുംബത്തെ എവിടെ എത്തിച്ചു എന്ന് നിങ്ങൾ നോക്കി കാണേണ്ടതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ എന്ന് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, അല്ലു അർജുൻ്റെ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു വിവാദം നമുക്കറിയാവുന്നതാണ്. അല്ലു അർജുൻ ഒരു തിയേറ്ററിലേക്ക് എത്തുകയും ഒരിക്കലും അഡ്വാൻസ്ഡ് ആയിട്ട് ഇൻഫോം ചെയ്യാതാണ് എത്തിയത് എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ എത്തുകയും കുറച്ച് ക്രൗഡ് അവിടെ ഭീകരമായ ഒരു ക്രൗഡ് അവിടെ ഉണ്ടാവുകയും ആ തിക്കിലും തിരക്കിലും പെട്ട ഒരു സ്ത്രീ മരിക്കുകയും അതുപോലെ അവരുടെ മകൻ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് ജീവിച്ചു പോകുന്നത് ഇരുന്നത്. പക്ഷെ വളരെ ദുഃഖമുള്ള വിഷമമുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് രാവിലെ ആ കുട്ടിയും ബ്രെയിൻ ഡെത്ത് സംഭവിച്ചിരിക്കുകയാണ്. ഒരു സൂപ്പർ സ്റ്റാറോടുള്ള അമിതമായ ആരാധനയാണ് ആ അമ്മയ്ക്കും ആ കുട്ടിക്കും ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. പക്ഷെ ആ ആരാധന ഇന്ന് ആ കുടുംബത്തെ എവിടെ എത്തിച്ചു എന്ന് നിങ്ങൾ നോക്കി കാണേണ്ടതാണ്. ആ കുടുംബത്തിനുണ്ടായ നഷ്ടം ആ കുടുംബത്തിന് മാത്രമാണ്. ഒരു സൂപ്പർ സ്റ്റാറുകളും തിരിഞ്ഞു നോക്കുവാനായിട്ട് പോകുന്നില്ല. പണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 3-4 വാക്കുകൾ കൊണ്ടോ തിരിച്ചു നൽകുവാനായിട്ട് ആ കുട്ടിയുടെ ജീവനും ആ അമ്മയുടെ ജീവനോ സാധിക്കുമോ? ഒരിക്കലും സാധിക്കത്തില്ല. അപ്പോൾ ഈ സൂപ്പർ സ്റ്റാറുകൾക്ക് വേണ്ടിയുള്ള അമിത ആവേശം നമ്മൾ നിർത്തേണ്ടത് തന്നെയല്ലേ എന്നാണ് ഞാൻ ഈ വീഡിയോ ചോദിക്കുന്നത്. ഒരിക്കലും ഈ സൂപ്പർ സ്റ്റാറുകൾക്ക് പുറകെ പോകാതിരിക്കാം. നമ്മൾ പലപ്പോഴും പല വീഡിയോസിലും മുമ്പ് നിങ്ങളും കണ്ടിട്ടുണ്ടാവും. വിജയ്, അങ്ങനെ അജിത്ത്, അങ്ങനെ പലരുടെ അത് വെച്ചിരിക്കുന്നത് അങ്ങനെ പലരുടെ മൂവിയുടെ ഫസ്റ്റ് ഷോയ്ക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ഡേയ്സിൽ തിയേറ്ററുകളിൽ നടത്തുന്ന അംഗങ്ങൾ എന്താണെന്ന് നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. തിയേറ്ററിനുള്ളിൽ വെച്ച് പടക്കം പൊട്ടിക്കുന്നു, ഫയർ വരുന്നു, പല അപകടങ്ങളും വളരെ നിസ്സാരമായി എങ്ങനെയൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ് നമുക്ക് പലപ്പോഴും കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കുടുംബത്തിൽ നഷ്ടപ്പെടാൻ നമുക്ക് മാത്രമാണ്. ഒരു സൂപ്പർ സ്റ്റാറുകളും നിങ്ങൾ തിരിഞ്ഞു നോക്കാനായിട്ട് പോകുന്നില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതാണ്. അമിതമായ ഒരു ആവേശവും ഈ സൂപ്പർ സ്റ്റാറുകളോട് വേണ്ട. ഒരു മൂവി റിലീസ് ആയി കഴിഞ്ഞ് 1-2 ദിവസം അല്ലെങ്കിൽ 1 വീക്കോ കഴിഞ്ഞ് ആ മൂവി എങ്ങോട്ടും പോകാനൊന്നും പോകുന്നില്ല. അങ്ങനെ നല്ലൊരു സിനിമയാണെങ്കിൽ അത് അവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾക്ക് കാണാനായിട്ട് അവസരം ലഭിക്കും. അല്ലാതെ അമിതമായ ഒരു ആവേശത്തിൽ ഇവരോട് അടങ്ങാത്ത ഒരു ആവേശത്തിന്റെ കാര്യവുമില്ല. നമുക്ക് നഷ്ടപ്പെടാൻ നമുക്ക് മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ആ കുട്ടിയുടെ കുടുംബത്തിന് പണം കൊടുത്താലോ അല്ലെങ്കിൽ 3-4 സെന്റിമെന്റ്സ് ഡയലോഗുകൾ സൂപ്പർ സ്റ്റാറുകൾ വിട്ടാലോ ഒരിക്കലും ആ കുടുംബത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമോ? ജീവനോ എന്തെങ്കിലും തിരിച്ച് നേടിക്കൊടുക്കാനായിട്ട് സാധിക്കുമോ? പണം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഒന്നും തിരുത്തുവാനായിട്ട് പറ്റാത്തൊരു ഇൻസിഡൻ്റ് ആണിത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ അമിതമായ ആരാധന നമുക്ക് ആവശ്യമോ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. ടേക്ക് കെയർ, ബൈ ബൈ.